എല്ലാവർക്കും വന്ദനം. ഈ ആഴ്ചയുടെ സമാപന സമയങ്ങളിൽ ദിവസത്തിൽ നമ്മൾ എത്തിയല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ ദൈവത്തിന് നന്ദി. കർത്താവ് നമ്മൾ തമ്മിൽ കണക്ട് ചെയ്യാൻ കൃപ തന്നല്ലോ. എല്ലാം ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തിൽ നമുക്ക് മുന്നോട്ട് ചുവടുവെക്കാം. ഒത്തിരി പേര് ഈ മീഡിയയിൽ പ്രോഗ്രാമിൻ്റെ വ്യൂസ് കൂട്ടാൻ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പൈസ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വ്യൂസ് വളരെയധികം കൂടും. ചിലർ വിചാരിച്ചിരിക്കുന്നത് വ്യൂസ് കൂടിയാലേ മാന്യതയുള്ളൂ. അങ്ങനെയൊന്നുമില്ല. നല്ല കാര്യങ്ങൾക്ക് വ്യൂസ് കുറവായിരിക്കും. വ്യൂസ് കൂട്ടാനായിട്ടുള്ള ഏറ്റവും വലിയ എളുപ്പം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു 2 കുറ്റം പറഞ്ഞാൽ മതി. ഉടനെ, പ്രത്യേകിച്ച് മലയാളികൾക്ക്, ഒരു കുറ്റമാണെങ്കിൽ കേൾക്കാനായിട്ട് എളുപ്പമായിട്ട് അവർ ശ്രദ്ധിക്കും. ആരെക്കുറിച്ചാണ് പറയുന്നത്, മറ്റേ ആൾ ശരിയല്ല, ഹെഡിങ് അങ്ങനെ കൊടുത്താൽ മതി. അങ്ങനെയുള്ള തെറ്റായ കുറേ കാര്യങ്ങൾ ചെയ്താൽ, ഇപ്പോഴത്തെ ഇൻ്റർവ്യൂസ് എല്ലാം ശ്രദ്ധിച്ചോ, വളരെ ഒരാളെ ഈ പ്രകോപിപ്പിക്കും. ചില സിനിമാ നടിമാരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് വന്നു, അവരെ അങ്ങോട്ട് പ്രകോപിപ്പിക്കുകയാണ്. നിങ്ങൾ ആ അഭിനയിച്ച സമയത്ത് മനഃപൂർവമാണോ അങ്ങനെ വസ്ത്രം ധരിച്ചത്, അതിൻ്റെ പുറകിൽ വേറെ എന്തോ ഇല്ലേ, ഇങ്ങനെയൊക്കെ ചോദിച്ച് ഒരു സ്ത്രീ ഇങ്ങനെ പ്രകോപിപ്പിച്ചപ്പോൾ ആ സ്ത്രീ ഇൻ്റർവ്യൂ ചെയ്യുന്ന ചെറുപ്പക്കാരി അവളിങ്ങനെ വലിയ സ്റ്റൈലൊക്കെ കാണിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തു. കാരണക്കുറ്റിക്ക് ഞാനൊന്ന് തരും. പെട്ടെന്ന് അവൾ ഇൻ്റർവ്യൂവിലിരുന്നു കൊണ്ട് ആരോടോ ഒരു ടിഷ്യൂ പേപ്പർ തരാമോ, മൂക്കിന്നും കണ്ണിന്ന് ഒഴുകുകയാണ്. കാരണം സിനിമാ നടി പറഞ്ഞു, എന്നെ അടിച്ചതിൻ്റെ കരണക്കുറ്റി ഞാൻ പൊട്ടിക്കും. പിന്നീട് എല്ലാവരും കൂടി എന്ത് ചെയ്യും, ആ കരണക്കുറ്റിക്കടിച്ചു. അതൊക്കെ ഭയങ്കര വ്യൂസാണ്. എന്തുകൊണ്ടാ? പ്രകോപിപ്പിക്കുക. അപ്പൊ പ്രകോപനങ്ങൾ കൊണ്ടുവരുമ്പോൾ വലിയ വ്യൂസ് ഉണ്ടാകും. എന്നാൽ നമ്മുടെ ഈ ജീസസ് എവരിഡേയൊക്കെ ഒരു ടെക്നോളജിയിലോട്ടും പോകുന്നില്ല. ശാന്തമായിട്ട് ഇത് കേൾക്കുക, ദൈവമാക്കിയവർ ഇത് കാണുക എന്നല്ലാതെ ഇതിന് കൂടുതൽ വ്യൂസ് കൂടണമെന്നൊന്നുമില്ല. ദൈവം ഒരുക്കിയവർ അതേത് രാജ്യത്തിരുന്നാലും അവരെ ദൈവം ഇത് കാണിക്കും. പലരും എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇന്ന പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വ്യൂസ് ഉണ്ടാക്കാം. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ദൈവാക്കുന്ന ബന്ധങ്ങൾ മാത്രം മതി. എത്രയോ കാലമായി തുടങ്ങിയിട്ട് ഞങ്ങൾ ഇന്ന് വരെ ഒരു കൃത്രിമത്വത്തിൽ പോയിട്ടില്ല. കാരണം നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ എന്നാണ്. കഴിഞ്ഞ ദിവസം ഒരു രസം ഉണ്ടായിരുന്നു. അത് എനിക്ക് ഒരാളിട്ട് തന്നാണ്. അതായത് ദൈവമക്കൾ പാടുന്ന ഒരു പഴയ പാട്ടുണ്ടല്ലോ, എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമവനെണ്ണി അറിയുന്നു. അപ്പോൾ ആ പാട്ട് ഒരു ചർച്ചിൽ 50 പേരുള്ളൊരു ചർച്ച്, അവരുടെ പ്രോഗ്രാം 100 പേരിൽ കൂടുതൽ കാണാറില്ല. എന്നാൽ ഈ പാട്ട് മാത്രം 5 ലക്ഷം പേര് പെട്ടെന്ന് കണ്ടു. എനിക്ക് തോന്നുന്നു 1-2 ദിവസത്തിനുള്ളിൽ. കാരണം ഈ പാട്ട് പാടുമ്പോൾ എൻ തലയിലെ മുടികളെല്ലാം നിർണയം അവൻ എണ്ണി അറിയുന്നു എന്ന് പറഞ്ഞപ്പോൾ, എന്നേക്കാൾ കഷ്ടമായ തലയുള്ള ഒരാളുടെ അയാളെ മാത്രമാണ് ആ വീഡിയോ എടുത്തിരിക്കുന്നത്. അയാളുടെ തലയിൽ ഒരു മുടി പോലും ഇല്ല. അപ്പം അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ, ദൈവത്തിന് എന്തെളുപ്പമാണ് എണ്ണാൻ, ഇങ്ങനെയുള്ള കമൻറ്റുകളാണ്. അപ്പോൾ ആ പാട്ട് 5 ലക്ഷം ആയതെങ്ങനെയാണ്? അതിനകത്തൊരു കോമഡി വന്നതുകൊണ്ടാണ്. അതല്ലാതെ അതിനകത്തെ ആത്മീക മൂല്യം ആരെങ്കിലും നോക്കിയോ? 5 ലക്ഷം പേരായി. അതിപ്പോഴും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുപോലെ വ്യത്യസ്തമായി എന്തെങ്കിലും ഒരു കൃത്രിമമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ലോകം ശ്രദ്ധിക്കൂ. ലോകം ശ്രദ്ധിക്കേണ്ട. ലോകം ശ്രദ്ധിച്ചുകൊണ്ട് എന്താ ഗുണം? ശ്രദ്ധിക്കേണ്ടവർ ദൈവം ആക്കിയവരല്ലാതെ വേറെ ആരും ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. നിത്യജീവനായി നിയമിക്കപ്പെട്ട ഏവരും വിശ്വസിച്ചു എന്നാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നത്. നിത്യജീവനായി. അപ്പോൾ ജീസസ് എവരിഡേ കാണാൻ ദൈവമാക്കിയവരെല്ലാം കണ്ടിരിക്കും. അവർ ദിവസവും കാണാൻ വിളിക്കപ്പെട്ടവരാണ്, ദിവസവും കാണും.
കാണുമ്പോൾ തന്നെ മാറ്റുന്നവർ, അവർ ഇതുമായിട്ട് ബന്ധമില്ലാത്തവരാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾ അസ്വസ്ഥരാകുന്നേയില്ല. കാരണം ഇത് ദൈവം തന്നതാണെങ്കിൽ അതിനുള്ള ബന്ധങ്ങളും അതിനുള്ള ആൾക്കാരെയും എല്ലാം ദൈവം തരും. അതുകൊണ്ട് പലരെന്നോട് പറയും, പാസ്റ്റേ ഇന്ന കാര്യം കൂടി ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര മാറ്റങ്ങളുണ്ടാകും, ഇന്ന സ്റ്റൈലൊന്ന് ചെയ്തു നോക്ക്. അവർ ചെയ്യുന്നത് വേണ്ട. അവരോടുകൂടിയാ പറയുന്നത്, ഇത് ദൈവത്താൽ സംഭവിച്ചതെങ്കിൽ ഇതിൻ്റെ മാന്യതയും ക്വാളിറ്റിയും ഒന്നും പോകാതെ വർദ്ധിച്ചു വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് വർദ്ധിക്കണമെന്നും ഒത്തിരി പേരുടെ ഇടയിൽ എത്തണമെന്നും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് ദൈവം ചെയ്തുകൊള്ളും. മൂല്യമുള്ള കാര്യങ്ങൾ ഒരിക്കലും അതിൻ്റെ നിലവാരം ഒരിക്കലും കുറഞ്ഞു പോകില്ല. ഞങ്ങൾ വർഷിപ്പിൻ്റെ മീഡിയയിൽ ഓഡിയോയോ വീഡിയോയോ അതിൻ്റെ മൂല്യം ഒരിക്കലും ഞങ്ങൾ പ്രൈസ് ജനറേഷൻ ചർച്ച് കുറച്ചിട്ടില്ല. കാരണം നിങ്ങളതിൻ്റെ ഓഡിയോ ശ്രദ്ധിച്ച് നോക്ക്, അതിൻ്റെ വീഡിയോ ശ്രദ്ധിച്ച് നോക്ക്. കൊച്ചാലപ്പുഴയിലാണെന്ന് ഓർക്കണം. ദൂരം എഫർട്ട് അതിനു വേണ്ടി ഞങ്ങൾ എടുക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ സ്റ്റാൻഡേർഡ് സൂക്ഷിച്ച് ചെയ്യുന്ന വർഷിപ്പുകളെല്ലാം ഞങ്ങൾ കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് സാമ്പത്തികമായി അത്രയും നിലവാരം ഉണ്ടായിട്ടല്ല. അതിൻ്റെ പുറകിൽ അധ്വാനിക്കുന്ന, കണ്ണുനീരോടെ വില മുടക്കി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം ദൈവമക്കൾ എനിക്ക് ചുറ്റുമുണ്ട്. അതാണ് ഈ മീഡിയയുടെ വിജയം. ഞങ്ങൾ ഒത്തിരി ചർച്ചുകൾക്ക് മീഡിയ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ചർച്ചുകൾക്ക് ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ഞങ്ങളുടെ സഹായം നിശ്ചയമായിട്ടുണ്ടാകും. കാരണം മീഡിയ ഏറ്റവും നന്നായി കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പ് ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഫുൾ ടൈം മിനിസ്റ്റേഴ്സ് അല്ല, ഒരു ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരൊക്കെയാണ്. അവർ ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്. അതായത് പ്രൈസ് ജനറേഷൻ്റെ പ്രാർത്ഥനാ പായ്ക്കകത്തുനിന്ന് വളർന്നു വന്ന എൻ്റെ ആത്മീക മക്കളാണ്. അവർ ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്. അവരെൻ്റെ ചുറ്റുമുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ജീസസ് എവരിഡേ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. നിങ്ങളുടെ കൈത്താങ്ങൽ ഞങ്ങൾക്ക് ആവശ്യമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇത്തിരി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. റോമാ ലേഖനം 8-ാം അധ്യായത്തിൽ 10-ാം വാക്യം നമ്മൾ വായിച്ചു. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ അത് നിങ്ങൾക്ക് ജീവനാകുന്നു. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ജീവനാണ്, അത് നിങ്ങൾക്ക് മിനിസ്ട്രിയാണ്, അത് നിങ്ങൾക്ക് വളർച്ചയാണ്. ജഡം അത് മരിക്കേണ്ടതാണ് പാപനിമിത്തം. അപ്പം നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടതല്ല, പാപനിമിത്തം മണ്ണായി മണ്ണിലേക്ക് ചേരും. നീ മണ്ണാകുന്നു എന്ന് ആദാമിനോട് പറഞ്ഞില്ലേ? അതുപോലെ ശരീരം നമുക്ക് പലതിലും അനുകൂലമല്ല. അതുകൊണ്ട് നമ്മൾ അതിന് ഡിസിപ്ലിൻ കൊടുക്കണം. ആത്മാവിൽ നമ്മൾ പറയണം, എടാ രാവിലെ എഴുന്നേക്കടാ. ശരീരം പറയില്ല, എഴുന്നേറ്റേ മതിയാകൂ. അവനെ കൊണ്ട് എഴുന്നേൽപ്പിക്കണം. 5, 4, 3, 2, 1 ഇത് പറഞ്ഞ് ശരീരത്തോട് പറയണം, 5 എണ്ണുന്നതിനുള്ളിൽ കട്ടിലെന്ന് എഴുന്നേറ്റോളണം. എഴുന്നേറ്റ് പിന്നെ വേണമെങ്കിൽ വീണ്ടും 1 മണിക്കൂർ അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് പറയണം, അടുത്ത 5 എണ്ണുന്നതിനുള്ളിൽ നീ ബാത്റൂമിൽ പോയിരിക്കണം, അല്ലെങ്കിൽ വെള്ളം കുടിച്ചിരിക്കണം, അല്ലെങ്കിൽ മുഖം കഴുകിയിരിക്കണം. എന്താണ് നിങ്ങളുടെ പ്രോഗ്രാം? അത് ഇങ്ങനെ 5 എണ്ണി അത് ഉറക്കെ പറയണം മനസ്സിൽ. 5, 4, 3, 2, 1 എന്നുള്ളിൽ പറയുന്നതിന് മുമ്പ് അടുത്ത ജോലി. അങ്ങനെ നാം നമ്മുടെ ശരീരത്തെ ട്രെയിൻ ചെയ്തെടുക്കണം. ഇവൻ നമുക്ക് അനുകൂലമല്ല. ഇവന് ലോകമാണ് ഇഷ്ടം, ഇവന് റീൽസാണ് ഇഷ്ടം, ഇവന് മൊബൈൽ നോക്കിയിരിക്കുന്നതാണ് ഇഷ്ടം, ഇവന് വെറുതെ കിടക്കുന്ന ഇഷ്ടം, ഇവൻ തീറ്റയാണ് ഇവന് ഭയങ്കര ഇഷ്ടം. എന്ത് കിട്ടിയാലും അവൻ തിന്നും. ഇവൻ്റെ ശരീരം ഇങ്ങനെ ഓരോന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇവന് ആരോഗ്യമുള്ളതൊന്നും വേണമെന്നില്ല. ഇവന് എന്തെങ്കിലും കോളയൊക്കെ കിട്ടിയാൽ മതി. ഇവൻ ചാകാനുള്ളതാണ്. ഇവനെ കുളിപ്പിച്ച് റെഡിയാക്കിക്കൊണ്ട് ഇവൻ്റെ ഒപ്പം പോകല്ലേ. ക്രിസ്തു എന്ന ആത്മമനുഷ്യനിൽ ജീവിക്കുവാൻ, ഇന്ദ്രിയ ജയമുള്ളവരായി ജീവിക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. 11-ാമത്തെ വാക്യം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ. ക്രിസ്തു എന്ന് പറഞ്ഞിട്ട് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ്. അതിൻ്റെ അർത്ഥം ക്രിസ്തു വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ടെങ്കിൽ ക്രിസ്തുവുണ്ട്, അഭിഷിക്തനുള്ളതുപോലെ. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകാഞ്ഞാൽ ആത്മാവെന്ന കാര്യസ്ഥൻ വരില്ല. ആത്മാവ് വന്നാൽ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും.
കാരണം എന്താണ്? ക്രിസ്തുവാകുന്ന എൻ്റെ ആത്മാവ് നിങ്ങളിലുണ്ട്. ഇപ്പൊ യേശു ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് നമ്മൾ ആത്മാവിലാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഗുണം പറയുകയാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇത് മണ്ണിലേക്ക് പോകും, ഇതുകൊണ്ട് തീർന്നില്ല. വീണ്ടും മരിച്ചാലും ചില കാര്യം ചെയ്യും. അതാണ് ഏലീശയിൽ സംഭവിച്ചത്. ഏലീശ മരിച്ചു, അവൻ്റെ ശരീരം അഴുകി, അസ്ഥികൾ കുറച്ച് മാത്രമായി. അവൻ്റെ കുഴിമാടം ആരും കല്ലറിയൊന്നും പണിതില്ല. ആ കുഴിമാടത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ്റെ ബോഡി കൊണ്ടുവന്നിട്ടു. ഉടനെ ആ ബോഡി ജീവൻ പ്രാപിച്ചെന്ന്. അതിൻ്റെ അർത്ഥം അസ്ഥി തീരും വരെ ഈ ആത്മാവ് ആ ശരീരത്തിൽ വീണ്ടും ചലിക്കുകയാണെന്ന്. അതിൻ്റെ അർത്ഥം മരണം കൊണ്ട് ആത്മാവിൻ്റെ പ്രവൃത്തി തീർന്നില്ല എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പരിപാടി ഈ ജീർണിച്ച ശരീരമുണ്ടല്ലോ, അതിനു പകരം യേശുവിൻ്റെ വരവിൽ ഒരു പുതിയ ശരീരം ഉണ്ടാക്കി യേശുവിൻ്റെ വരവിൽ നമ്മെ കൊണ്ടുപോകാൻ ആത്മാവ് റെഡിയാണ്. അതായത് ഞാനും നിങ്ങളും ക്രിസ്തുവിൽ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് പറുദീസയിലേക്ക് പോകുന്നല്ലോ, ക്രിസ്തുവിൽ മറയുന്നല്ലോ. എന്നാൽ ശരീരത്തെ പുതുതാക്കി കൊണ്ടുപോകാൻ, നമ്മെ ഉയർപ്പിക്കാൻ ഈ ആത്മാവ് വെയിറ്റ് ചെയ്യുകയാണെന്ന്. എത്ര വലിയ ഭാഗ്യ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഇതെല്ലാം അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകില്ല. ഈ ആഴ്ചയിൽ നമ്മൾ കേട്ട വിലപ്പെട്ട സന്ദേശങ്ങൾ പലതുണ്ട്. ഏറ്റവും ഒടുവിൽ പറയാം, നമ്മുടെ ശരീരം ജീർണിച്ചു പോയാലും വീണ്ടും അതിനെ ഉയർപ്പിക്കുവാൻ ഇതാ പരിശുദ്ധാത്മാവ് കാത്തിരിക്കുന്നെന്ന്. തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നു, തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോവുക വേണം. തടുക്കുന്ന, അതായത് അന്തിക്രിസ്തു വെളിപ്പെടാത്തതിൻ്റെ കാരണം തടുക്കുന്ന പരിശുദ്ധാത്മാവ്, അനീതിയെ തടുക്കുന്ന പരിശുദ്ധാത്മാവ് മാറിപ്പോയിട്ടില്ല. നമ്മൾ മാറിയാലും മാറാതെ നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളതുകൊണ്ടാണ് അന്തിക്രിസ്തു വേഗത്തിൽ ഇങ്ങനെ വെളിപ്പെട്ട് വരാത്തത്, അനീതി വെളിപ്പെട്ട് വരാത്തത്. പിശാചിൻ്റെ പ്രവർത്തികൾ, അഭീകര വാഴ്ച, 7 വർഷത്തെ മഹോപദ്രവം, ഇതൊന്നും വെളിപ്പെടാത്തതിൻ്റെ കാരണം തടുക്കുന്നവൻ. അപ്പോൾ സഭയെ ഇവിടുന്ന് കൊണ്ടുപോയാൽ ആ കൂട്ടത്തിൽ തടുക്കുന്നവനും പരിശുദ്ധാത്മാവും പോകും. അതോടുകൂടി ഇവിടെ 7 വർഷം സഭ മധ്യാകാശത്തിൽ ക്രിസ്തുവിനോടുകൂടെ പ്രതിഫലങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ, കർത്താവിൻ്റെ മണവാട്ടി സഭ മധ്യാകാശത്തിൽ ആ മണിപ്പന്തലിലിരിക്കുമ്പോൾ ഇവിടെ ഭീകരവാഴ്ചയാണ്. ചിലപ്പോൾ അത് ഇന്ന് സംഭവിക്കാം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടാം. പ്രതിഫലങ്ങൾക്ക് ഈ ഭൂമിയിൽ കർത്താവിനെ വേണ്ടി നിന്നതിൻ്റെ, അധ്വാനിച്ചതിൻ്റെ, ദൈവസഭയ്ക്ക് വേണ്ടി നിങ്ങൾ ചെലവ് ചെയ്തതിൻ്റെ പ്രതിഫലങ്ങൾക്കായി 7 കൊല്ലം പ്രതിഫലം മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും പ്രതിഫലം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. ഓരോന്ന് എണ്ണി കർത്താവ് തരണ്ടേ? സഹിച്ചതും വേദനപ്പെട്ടതും നിന്ദിക്കപ്പെട്ട എല്ലാറ്റിനും പ്രതിഫലമില്ലേ? അപ്പോൾ നിങ്ങളുടെ പ്രതിഫല നിമിത്തം തുള്ളിച്ചാടാനാ കർത്താവ്. ഒരു പാവപ്പെട്ടവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തില്ലേ? കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തില്ലേ? അതെല്ലാം എണ്ണി കിട്ടാൻ 7 കൊല്ലം വേണം. അത്രയും പ്രതിഫലമുള്ളവരാണ് ഇത് കേൾക്കുന്നത്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈ വചനം അതുപോലെ എടുക്കുക. അതായത് ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മുടെ ശരീരത്തെയും ജീവിപ്പിക്കാൻ, നമ്മുടെ ശരീരത്തിൽ ജീവനുള്ള കാലത്ത് മാത്രമല്ല വസിക്കുന്നത്, അതിനുശേഷം വെയിറ്റ് ചെയ്യാണ്. നമ്മളിവിടുന്ന് കൊണ്ടുപോകണം. എത്ര വലിയ പ്രവൃത്തിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ ജീവൻ്റെ വചനങ്ങൾ, ആത്മീക ചൂടുള്ള ഈ വചനങ്ങൾ
ഞാനിവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവരിലുള്ള പരിശുദ്ധാത്മാവ്, ഞങ്ങളിലുള്ള പരിശുദ്ധാത്മാവ്, ഞങ്ങളിവിടെ നിന്ന് മാറിയാലും ശരീരം ജീർണിച്ചാലും ഞങ്ങൾ ഉയർക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു എന്ന സന്ദേശം ഞങ്ങളിന്ന് കേട്ടു. എത്ര ഭയങ്കരമായ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് വെച്ചിരിക്കുന്നത്. ആ വലിയ പ്രതീക്ഷകളോടെ ഞങ്ങൾ ഈ വചനങ്ങളെ സ്വീകരിക്കുന്നു. ഈ മക്കൾ ഈ വചനങ്ങളാൽ ബലപ്പെടട്ടെ, പ്രത്യാശ കൊണ്ട് നിറയട്ടെ. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്നവരായി ഓരോരുത്തരും തീരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. പ്രത്യാശയുടെ വചനങ്ങളിൽ നിലനിൽക്കാം, ജീവിക്കാം, മറ്റുള്ളവർക്ക് ഈ പ്രത്യാശ കൈമാറാം. നിങ്ങൾക്ക് പ്രത്യാശയുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൈമാറാൻ, നിങ്ങളിലും എന്നിലും ഉള്ളതേ കൈമാറാൻ കഴിയും. അതുകൊണ്ട് നല്ലത് പ്രാപിക്കാം, നല്ലത് കൈമാറാം. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം രാവിലെ 8 മണിക്ക് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് വരണം. എല്ലാ ആഴ്ചയും ഇങ്ങനെ ശനിയാഴ്ച പറയുന്നുമുണ്ട്. ഒത്തിരി പേര് പല രാജ്യത്തുനിന്ന് അവധിക്ക് വന്നാൽ ഒരു സൺഡേക്ക് ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാൻ വീണ്ടും വീണ്ടും പ്രോത്സാഹനമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളിത് ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന ഏത് രാജ്യത്തുള്ളവരും ഒരു സൺഡേ ഇവിടെ വന്നിട്ട് പോവുക. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ഗോഡ് ബ്ലെസ് യു. Hallelujah, hallelujah, amen.
നോക്കി പാടിയട്ടെ. യേശു പരിശുദ്ധ